കൊളാടി ഗോവിന്ദൻകുട്ടി അനുസ്മരണ സമ്മേളനം നടന്നു. ഷോപ്പിക വെഡിങ്സ്, ദ ബ്രൈഡൽ ലെഗസി. കൊളാടി ഗോവിന്ദൻകുട്ടിയുടെ 23ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനവും കൊളാടി സ്മാരക പുരസ്കാര സമർപ്പണവും നടന്നു. എരമംഗലം ALP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് K. രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. PP സുനീർ MP അധ്യക്ഷത വഹിച്ചു. ആലങ്കോട് ലീലാകൃഷ്ണൻ പുരസ്കാര പ്രഖ്യാപനം നടത്തി. EM സതീശൻ പ്രശസ്തി പത്രം അവതരിപ്പിച്ചു. ഡോക്ടർ TT ശ്രീകുമാർ പുരസ്കാരം ഏറ്റുവാങ്ങി. ഡോക്ടർ അനിൽ ചേലേമ്പ്ര, അജിത് കൊളാടി, P. രാജൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. K. കൃഷ്ണദാസ് സ്വാഗതവും KK ബാബു നന്ദിയും പറഞ്ഞു. രാവിലെ 9 മണിക്ക് കോതമുക്കിൽ പുഷ്പാർച്ചനയും നടന്നു. ഈയൊരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കൊളാടിയെക്കുറിച്ചോ ഈ കാലത്തെക്കുറിച്ചോ കൊളാടിയുടെ കാലത്തെക്കുറിച്ചോ ആവശ്യമായ വിധത്തിൽ പ്രതിപാദിക്കുക സാധ്യമാകില്ല എന്ന പരിമിതി ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അത് പറഞ്ഞവസാനിപ്പിക്കുകയായിരിക്കും ഏറ്റവും ശരി എന്നാണ് ഞാൻ കരുതുന്നത്. കൊളാടി ഗോവിന്ദൻകുട്ടി എന്ന മഹാനായിട്ടുള്ള വ്യക്തി ആരായിരുന്നു എന്ന് പറഞ്ഞു തീർക്കാൻ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് വിശദീകരിക്കേണ്ടി വരും. കൊളാടി ഗോവിന്ദൻകുട്ടി കേരളം സംബന്ധിച്ച ഏറ്റവും പ്രമുഖനായിട്ടുള്ള വിദ്യാർത്ഥി യുവജന നേതാവായിരുന്നു, രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, നിയമസഭാംഗമായിരുന്നു, സാംസ്കാരിക പ്രവർത്തകനായിരുന്നു, പത്രാധിപരായിരുന്നു. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത വിധത്തിലുള്ള വിശേഷണങ്ങളിൽ ഓരോന്നിലും ഉടക്കി നിന്നാൽ പിന്നെയും സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഇതിനെല്ലാം ഉപരിയായി നേരത്തെ സുനീർക്ക ഇവിടെ സൂചിപ്പിച്ചതുപോലെ മണ്ണിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനോടും ഹൃദയബന്ധം സൂക്ഷിക്കുകയും മാനവികത അടിസ്ഥാന രാഷ്ട്രീയമായി ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ചുമതല കൂടിയാണ് സാംസ്കാരിക പ്രവർത്തനം എന്ന് എഴുത്തുകൊണ്ടും പ്രഭാഷണം കൊണ്ടും പ്രവർത്തനം കൊണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത സമാനതകളില്ലാത്ത ഒരു മനുഷ്യജീവിതത്തിൻ്റെ പൊതുപേരായി സഖാവ് കൊളാടി ഗോവിന്ദൻകുട്ടി എന്ന പേരിനെ നമുക്ക് സ്വീകരിക്കാം എന്നാണ് ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ പറ്റുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.